നമസ്കാരം. വെള്ളിത്തിരയിലെ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ ആരും കാണാത്ത ഇരുൾ വീണ ചില ഇടങ്ങളുണ്ട്. ആരാധകർ ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്ന നായികമാർ അവരുടെ ഏകാന്തതയെയും വേദനകളെയും മറക്കാൻ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യത്തെയാണ് എന്ന് കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടേക്കാം. പ്രണയനൈരാശ്യവും കുടുംബ തകർച്ചയും അവരെ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് തള്ളിയിട്ടു. മലയാള സിനിമയെ വിസ്മയിപ്പിച്ച ശ്രീവിദ്യ മുതൽ പുതിയ കാലത്തെ താരങ്ങൾ വരെ ഈ പട്ടികയിലുണ്ട്. ഗ്ലാമർ ലോകത്തെ ഈ പേജ് 3 രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടി ദുഃഖപുത്രി ശ്രീവിദ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. അവരുടെ സൗന്ദര്യം പോലെ തന്നെ മനോഹരമായിരുന്നു ആ അഭിനയവും. എന്നാൽ വ്യക്തിജീവിതത്തിൽ ശ്രീവിദ്യ ഒരു തകർന്ന സ്ത്രീയായിരുന്നു. കമൽഹാസനുമായുള്ള പ്രണയത്തകർച്ച, നിർമ്മാതാവ് ജോർജുമായുള്ള പരാജയപ്പെട്ട വിവാഹ ജീവിതം, ഭരതനുമായുള്ള ബന്ധം, ഇതെല്ലാം അവരെ ഏകാന്തതയുടെ തടവുകാരിയാക്കി. ആ വേദന മറക്കാൻ അവർ ചെയ്തത് മദ്യത്തെ കൂട്ടുപിടിക്കുകയാണ്. സ്വന്തം വീടിൻ്റെ ഷോക്കേസിൽ താൻ കുടിച്ചു തീർത്ത വില കൂടിയ മദ്യക്കുപ്പികൾ അവർ അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരുന്നു. ഒടുവിൽ ക്യാൻസർ ബാധിച്ചപ്പോൾ കടുത്ത മദ്യാസക്തി മൂലം അവരുടെ കരൾ ദുർബലമാവുകയും കീമോതെറാപ്പി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പ്രിയ നായിക അങ്ങനെ ലഹരിക്ക് കീഴടങ്ങി. മറ്റൊരു ഇതിഹാസ നടി ലക്ഷ്മിയും തൻ്റെ മദ്യാസക്തിയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രണയബന്ധങ്ങളിലെ പാളിച്ചകളും പലതവണയുണ്ടായ വിവാഹ തകർച്ചകളുമാണ് ലക്ഷ്മിയെയും ഈ വഴിയിലേക്ക് നയിച്ചത്. ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് അക്കാലത്ത് ഇതൊരു വലിയ സംസാര വിഷയം തന്നെയായിരുന്നു. ഇനി ആനപ്പാറ അച്ചാമ്മയായി നമ്മെ ചിരിപ്പിച്ച ഫിലോമിനയുടെ കാര്യം. റമ്മും ബീഫും തൻ്റെ ബലഹീനതയാണെന്ന് അവർ പരസ്യമായി തന്നെ പറയുമായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിട്ടും മദ്യത്തോടുള്ള ആസക്തി അവർക്ക് മാറ്റി നിർത്താനായില്ല. രാത്രികാലങ്ങളിൽ താൻ മദ്യപിക്കുമെന്ന് ആരോടും ഒളിച്ചു വെക്കാതെ തന്നെ പറഞ്ഞ ബോൾഡ് നായികയായിരുന്നു അവർ. നവരസ നായിക ഉർവശിയുടെ ജീവിതത്തിലും ഒരു കാലത്ത് മദ്യം വലിയൊരു വില്ലനായി എത്തിയിട്ടുണ്ട്. തൻ്റെ കരൾ വരെ നശിക്കുന്ന അവസ്ഥയിലേക്ക് ലഹരി അവരെ എത്തിച്ചു. എന്നാൽ ഉർവശിക്ക് അവിടെ തോറ്റു കൊടുക്കാൻ തോന്നിയില്ല. നിംഹാൻസിൽ ലഹരി വിമുക്ത ചികിത്സ തേടി അവർ ജീവിതത്തിലേക്ക് കരുത്തോടെ തിരിച്ചു വന്നു. ഇന്ന് കാണുന്ന ഉർവശിയുടെ ഗംഭീരമായ രണ്ടാം വരവിന് പിന്നിൽ ആ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. നേരെ മറിച്ച് ബാബു ആൻ്റണിയുമായുള്ള പ്രണയത്തകർച്ചയ്ക്ക് ശേഷം മദ്യത്തിലും സിഗരറ്റിലും അഭയം പ്രാപിച്ച നടിയാണ് ചാർമിള. മദ്യാസക്തി അവരുടെ കരിയറിലെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ജീവിതം ലഹരിക്ക് വിട്ടുകൊടുത്ത ചാർമിളയുടെ കഥ സിനിമാ ലോകത്തെ തന്നെ വലിയൊരു നൊമ്പരമാണ്. ഇന്നത്തെ തലമുറയിലെ നടിമാർ പഴയ കാലത്തെ പോലെ ഇതൊന്നും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടി സംയുക്ത മേനോൻ താൻ വല്ലപ്പോഴുമൊക്കെ മദ്യപിക്കാറുണ്ടെന്ന് തുറന്നു പറഞ്ഞത് വലിയ വാർത്ത തന്നെ ആയിരുന്നു. അതുപോലെ സനുഷ ഒരു അഭിമുഖത്തിൽ താൻ വോഡ്കയ്ക്ക് അഡിക്റ്റാണ്, അല്ലെങ്കിൽ വോഡ്ക വളരെയധികം ഇഷ്ടമാണെന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഗായത്രി സുരേഷും മദ്യപാനത്തെക്കുറിച്ച് തുറന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അംബികയെപ്പോലുള്ള പഴയകാല നടിമാരെക്കുറിച്ചും സമാനമായ പല കഥകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു മന്ത്രിപുത്രൻ്റെ വിവാഹത്തിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി അവർ എന്നത് അക്കാലത്തെ പ്രധാന ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു. ഇന്ന് കാലം മാറി. മദ്യത്തേക്കാൾ അപകടകരമായ രാസലഹരികൾ, MDMA, സ്റ്റാംപ്സ് തുടങ്ങിയവ സിനിമാ സെറ്റുകളിൽ തന്നെ എത്തുന്നുണ്ടെന്ന വാർത്തകൾ സമകാലികമായി വളരെ ഗൗരവമുള്ളതാണ്. മദ്യം മണക്കുമെങ്കിൽ ഇത്തരം രാസലഹരികൾ പുറത്തറിയില്ല എന്നതുകൊണ്ട് തന്നെ പലരും ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. ഇത് സിനിമാ ലോകത്തെ മറ്റൊരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. ഒരു രോഗമായി കണ്ട് ചികിത്സിക്കേണ്ട മദ്യാസക്തിയെ
തമാശയായി കാണുന്ന പുതിയ രീതിയും വളരെ അപകടകരമാണ്. തിളങ്ങുന്ന ലൈറ്റുകൾക്കും കയ്യടികൾക്കും ഇടയിൽ നടിമാർ അനുഭവിക്കുന്ന ഏകാന്തതയും മാനസിക സമ്മർദ്ദവുമാണ് പലപ്പോഴും അവരുടെ ലഹരിയുടെ പിടികിട്ട വഴിയിലെത്തിക്കുന്നത്. ഈ പേജ് 3 കഥകൾ വെറും ഗോസിപ്പുകളല്ല, മറിച്ച് തകർന്നു പോയ ജീവിതങ്ങളുടെ ബാക്കി പത്രങ്ങളാണ്. എന്തു തന്നെയായാലും ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സിനിമയിലെയും സീരിയലിലെയും കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.